ഹായ് ഹലോ നമസ്കാരം. റൂട്ട് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ മനോഹരമായ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? ഇനി മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, അത് കാണാനാണല്ലോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ മുന്തിരി തോട്ടത്തിന് ഇത്ര അടുത്തായിട്ട് പഴുത്ത് കിടക്കുന്ന മുന്തിരിക്കൊല ഫ്രഷ് ആയിട്ടുള്ളത് കാണുന്നത് തന്നെ. ഇവിടെ എല്ലാം വന്ന് എല്ലാവരും ഇതുണ്ടോ. അപ്പോൾ മറ്റേ അടിപൊളി മുന്തിരിത്തോട്ടം കാണാനാണ് നമ്മളിത് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. മുന്തിരി മേടിക്കണം, അതുപോലെ തന്നെ വൈനും മേടിക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാം കേട്ടോ. നമ്മുടെ നാടിൻ്റെ തൊട്ടടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ ആ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മളിത് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഈ വിശാലമായ മുന്തിരിത്തോട്ടം ഏക്കർ കണക്കിന് ഇങ്ങനെ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ മുന്തിരി തോട്ടത്തിലെ കാഴ്ചകളും മുന്തിരി കൊലകളുടെ കാഴ്ചകളും ഇവിടുത്തെ വൈൻ്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ഒന്നുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഒന്ന് കാഴ്ചകൾ കാണാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയും സാധനം നമ്മൾ മേടിച്ചു നേരെ കാഴ്ചകളിലോട്ട് പോകാം. അപ്പം വീണ്ടും റൂട്ട് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരെ കാഴ്ചയിലേക്ക്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ വീണ്ടും കൊടൈക്കനാലിൽ തന്നെയാണ് കേട്ടോ. നല്ല തണുപ്പാണ്, കോടയാണ് കേട്ടോ. നമ്മുടെ കൊടൈക്കനാൽ സിറ്റിക്ക് നടുക്ക് തന്നെയാണ് ഈ ഒരു കാഴ്ച കണ്ടോ. അടിപൊളി വ്യൂ അല്ലേ, രാവിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. അടിപൊളി തണുപ്പാണ്. അയ്യ എന്നാ രസാ ഈ ഒരു വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ടേ, കിടു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. എന്നാലും ഈ ഒരു സമയത്ത് നല്ല ഭംഗിയാണ് കണ്ടോ. കുറേ പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ. റോസ്, പല കളറിലുള്ള റോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പർ കേട്ടോ. കഴിഞ്ഞ ദിവസം വീണ മഞ്ഞിൻ്റെ ആ ഒരു ചെറിയ ഇതൊക്കെയാണ് കേട്ടോ, മഞ്ഞ് തുള്ളികളാണ് കാണുന്നതെല്ലാം. ഈ പൂവിൻ്റെ ഒന്നും പേരെനിക്ക് അറിയത്തില്ല. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ഗാർഡനിൽ ഭയങ്കര കമ്പമുള്ള ആൾക്കാർക്ക് ഈ പൂവിൻ്റെ പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. എനിക്കറിയത്തില്ല. അടിപൊളിയല്ലേ ആ പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ ചെടിയുടെ എല്ലാത്തിൻ്റെ അവിടെ മഞ്ഞ തുള്ളികൾ ഇങ്ങനെ വീണ് കിടപ്പുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വരുന്ന വഴിക്കുള്ള നമ്മുടെ സ്ഥിരം ആ ഒരു വാട്ടർഫോൾസ് ആണ് ഈ കാണുന്നത്. ഇതൊക്കെ നമ്മളെപ്പോഴും കാണുന്നതായതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഇറങ്ങുന്നില്ല. അങ്ങനെ നമ്മളിപ്പം കൊടൈക്കനാലിലേക്കുള്ള ചുരം എല്ലാം കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഇറങ്ങി നമ്മളിനി കുമിളി, തേനി ആ ഒരു ദേശീയപാതയിലോട്ടൊക്കെ നമ്മൾ പോവുകയാണ്. കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ഒരിക്കലും ഈ ഒരു റൂട്ട് നമ്മൾ മിസ് ചെയ്യരുത്. ഒരുപാട് ആൾക്കാർ വരുന്ന റൂട്ടായിരിക്കാം, എന്നാലും കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഈ പ്രദേശങ്ങളൊക്കെ കാണാൻ വേണ്ടി ചെറിയൊരു മഴയും കൂടെ പെയ്തുകൊണ്ട് നല്ല പച്ചപ്പൊക്കെയാണ്. നമ്മുടെ നാട്ടിലും മഴ പെയ്തായിരുന്നു. അങ്ങനെ നമ്മളിത് ഇപ്പം കുമളി, കമ്പം, തേനി ദേശീയപാതയിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലേക്ക് വരണം, ഈ തെങ്ങുംതോപ്പ് കാണണം എന്ന് പറഞ്ഞാൽ പല വീഡിയോസിനകത്തും പറയും അല്ലേ. സത്യമാണ് കേട്ടോ. എന്തുമാത്രമാണ് നല്ല രസമാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമാണല്ലേ ആ കാണുന്ന ആ ഒരു മലയും അതേപോലെ തന്നെ തെങ്ങുംതോപ്പോ ആകാശൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. ആ മലയൊക്കെ ഉണ്ട്, സൂപ്പറല്ലേ. നമ്മുടെ പാലക്കാട് ടച്ച് പോലെ തോന്നുന്നല്ലേ. ചെറിയ മഴക്കാറുണ്ട് കേട്ടോ. ഇന്നും മഴയാണെന്നാണ് തോന്നുന്നത്. വൈഗാ ഡാമിലൊക്കെ ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. നല്ല രസം കണ്ടോ. ഈ ഒരു വിഷ്വൽ കണ്ടില്ലേ, അടിപൊളിയല്ലേ. അവിടെ കുറേ ആടുകളുണ്ട് കേട്ടോ. ചെമ്മരിയാടാണോ ആവോ, ദൂരെ ആയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ ഈ ഒരു സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്ന ഒരു ടച്ച് പോലെ ഉണ്ടല്ലേ അങ്ങനെ. അതേപോലെ തന്നെ
അടിപൊളി മരങ്ങളും. നമ്മളിപ്പം ഇതൊരു പെരിയകുളം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. പെരിയകുളം ടൗണാണ്. നമ്മൾ പോകുന്ന ബൈപ്പാസ് റോഡല്ല, ഇത് പെരിയകുളത്തേക്ക് വരുന്ന ഒരു പെരിയകുളം ടൗണിലോട്ട് വന്ന് കയറുന്ന ഒരു വഴിയാണ്. അപ്പം പെരിയകുളത്ത് നമ്മൾ വീണ്ടും ബൈപ്പാസ് റോഡിലോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടുന്ന് തേനിക്ക് 7 കിലോമീറ്ററും വലത്തോട്ട് ദേവദാനപ്പട്ടിയോ അങ്ങനെ കണ്ട് പറഞ്ഞ ഏതോ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു, അങ്ങോട്ടേക്ക് 18 കിലോമീറ്റർ. ദേവദാനപ്പട്ടി 18 കിലോമീറ്റർ ലെഫ്റ്റ് സൈഡിലോട്ട്. അങ്ങോട്ടേക്ക് വരുന്ന വഴിക്കെല്ലാം പിന്നെ കേട്ടോ പട്ടി 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 എന്ന് പറഞ്ഞ പേരായിരിക്കും അവസാനം വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും തെറ്റിദ്ധരിക്കണ്ട. അത് നമ്മളെ ഗ്രാമം എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ ഒരു സ്ഥലമാണ് കേട്ടോ. അടിപൊളി പച്ചപ്പ്, സൂപ്പർ. അത് കണ്ടില്ലേ, ഒരു വണ്ടി വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന പോലെ അല്ലേ, സൂപ്പർ. അയ്യോ നല്ല മഴയാണ് കേട്ടോ വരുന്നത്. ഇടിച്ചു കുത്തിയുള്ള മഴയായിരിക്കും വരാൻ പോകുന്നത്. മേഘമല വന്നിട്ട് ഇവിടുന്ന് 51 കിലോമീറ്റർ, സുരുളി ഫോൾസ് വന്നിട്ട് 41 കിലോമീറ്റർ, അതേപോലെ ശബരിമല 162 കേട്ടോ. നമ്മളിപ്പം വീണ്ടും തേനി ഒക്കെ കഴിഞ്ഞിട്ട്, തേനി ഗ്രാമമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബൈപ്പാസ് റോഡിലോട്ട് കയറി കേട്ടോ. കാരണം ഇവിടെയൊക്കെ കൊയ്യാറായ രീതിയിലാണ് കേട്ടോ. ഇവിടെ കോളേജൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയം. ഇവിടെയും പരീക്ഷയാണോ ആവോ പിള്ളേർക്ക്. ഇപ്പോൾ ഇടിച്ചു കുത്തി അവിടെ മഴ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നല്ല മഴയായിരിക്കും. ഇപ്പം ടോൾ ഗേറ്റ് എടുക്കാറായി. ഇവിടെ നമുക്ക് നിർത്താം. കമ്പ അടുക്കാറായിട്ടുണ്ട്. കമ്പ അടുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് വണ്ടി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ നമ്മൾ ടോളൊക്കെ ഉണ്ട് കേട്ടോ. ടോളിന് മുന്നേയായിട്ട് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ കേരളത്തിലല്ല കേട്ടോ തെങ്ങ്. നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ തെങ്ങും തോട്ടം കണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. എനിക്ക് തോന്നുന്നത് പണ്ട് നമ്മുടെ ഒരു സൂര്യ ടി വിയിലാണെന്ന് തോന്നുന്നു ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഉർവശിയുടെ സ്വർണ്ണമഴ എന്ന് പറഞ്ഞ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ തെങ്ങ് ഉള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ കാൻഡിഡേറ്റ് പറഞ്ഞത് കേരള എന്നാണ് പറഞ്ഞത്. അന്നേരം ഉർവശി പറഞ്ഞൊരു വാക്കുണ്ട്, കേരം തെങ്ങും കേരള നാടെന്ന് പറയച്ചേ ഉള്ളൂ, പക്ഷേ ഏറ്റവും കൂടുതൽ തെങ്ങുള്ളത് തമിഴ്നാട്ടിലാണെന്ന്. അത് ശരിയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ തെങ്ങുള്ളത് തമിഴ്നാട്ടിൽ തന്നെയാണ്. അതാണ് നമ്മൾ ഇത്രയും നേരം കണ്ടതും. നെല്ലിക്ക കൃഷിയാണ്, മൊത്തം നെല്ലിക്കയാണ് കേട്ടോ. കേട്ടോ മൊത്തം നെല്ലിക്കയാണ് കാണുന്നത്. ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് കൃഷികൾ കണ്ട്. അതിനകത്ത് ഞാൻ ആദ്യമായിട്ട് ഇത്രയും നെല്ലി കൃഷിയായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. മൊത്തം നെല്ലിക്കയാണ് കേട്ടോ. ഇറങ്ങാൻ പറ്റില്ല, അല്ല മൊത്തം നെല്ലിക്കയാണ്. ശരിക്കും ഈ ദീർഘദൂര യാത്രയൊക്കെ ചെയ്യുന്നവരുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ബാത്റൂം ഇല്ലാത്ത അല്ലെങ്കിൽ ടോയ്ലറ്റ് ഇല്ലാത്തതെന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ പുരുഷന്മാർക്കാണെങ്കിൽ എവിടെയെങ്കിലും ഒതുങ്ങിയ സ്ഥലത്ത് നിന്ന് നമുക്ക് മൂത്രം ഒഴിക്കാം. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അത് പറ്റാത്ത സാഹചര്യമാണ്. അപ്പം ഇതേപോലെയുള്ള ബാത്റൂമുകൾ, വലിയ ഈ പബ്ലിക്കായിട്ടുള്ള ടോയ്ലറ്റുകൾ ഏറ്റവും അത്യാവശ്യമാണ്. അത് പബ്ലിക്കായിട്ടുള്ള ടോയ്ലറ്റ് മാത്രം പോരാ, അത് വൃത്തിയാക്കുകയും കൂടെ ചെയ്യണം. അപ്പം ഇതേപോലെ ടോൾ ഗേറ്റിൻ്റെ അടുത്തൊക്കെ ബാത്റൂം ഉള്ളത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. ഇതേപോലെ എല്ലാ സ്ഥലങ്ങളിലും ഒരു ഇത്ര കിലോമീറ്റർ മാറി ബാത്റൂമുകൾ, ടോയ്ലറ്റുകൾ ഉള്ളത് നല്ലത് തന്നെയാണ്. അങ്ങനെ നമ്മളിപ്പം ടോൾ ഗേറ്റൊക്കെ ആയി. ടോൾ ഗേറ്റ് കഴിഞ്ഞിപ്പോൾ നമ്മളിപ്പോൾ കാഴ്ചകൾ കാണാം. എന്തായാലും കേട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇവിടെ കുറേ വാഴയൊക്കെ പടന്ന് കിടപ്പുണ്ട്. അതേപോലെ മഴ നല്ലപോലെ പെയ്യാൻ തുടങ്ങി കേട്ടോ. നമുക്ക് അയ്യോ നല്ല തണുപ്പും. അങ്ങോട്ട് പോയപ്പോഴും നല്ല മഴയായിരുന്നു. ഇതുകണ്ടാ കേട്ടോ, നമ്മുടെ നാട്ടിലേക്കുള്ളതാണ്. നല്ല അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ചേച്ചിമാരും ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ ഒന്നും കാണാൻ മേലാത്ത രീതിയിൽ മഴയാണ് കേട്ടോ. ചിന്നമന്നൂർ 2 കിലോമീറ്റർ ലെഫ്റ്റ്, പിന്നെ മേഘമല 35, കുമ്പളി നേരെ 43 കിലോമീറ്റർ ഒക്കെയാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. ഹലോ ഗൈസ്, ഒന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്, വഴിയൊന്നും കാണാൻ അതേപോലെ മഴയാണ്. ഗോപ്രോയ്ക്കകത്ത് പിന്നെയും തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. നമ്മളെ നേരിൽ ഒന്നും കാണാൻ മേല. അയ്യോ ഭയങ്കര മഴയാണേ. ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ
ഈ സമയത്ത് പോവുക എന്ന് പറയുമ്പോൾ നല്ലൊരു ഫീലാണല്ലേ. മേഘമലയുടെ ഓരോ ഭാഗങ്ങളാണ് ആ കാണുന്നതെല്ലാം കേട്ടോ. നാഷണൽ ഹൈവേ 183 ആണ്. അപ്പോൾ നമ്മൾ കമ്പത്തോട്ട് പോകുന്നോണ്ടിരുന്ന വഴിക്ക് രണ്ട് വശത്തും നെൽപ്പാടങ്ങളാണ്, അതേപോലെ തന്നെ മലയും എല്ലാമായിട്ട് ഒരു അടിപൊളി ഭാഗം. അത് കണ്ടപ്പോഴത്തേക്ക് ഒന്ന് നിർത്താമെന്നങ്ങ് വിചാരിച്ചു. ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇവിടെ. നമ്മൾ പുറപ്പെട്ടപ്പോഴത്തേക്ക് നല്ല ചൂടും, ഇങ്ങോട്ടേക്ക് അടുക്കാറായപ്പോഴത്തേക്ക് നല്ല മഴയാണ്. അതേപോലെ തന്നെ നെൽപ്പാടം മാത്രമല്ല ഇവിടെ, അതേപോലെ തന്നെ വാഴക്കൃഷിയുണ്ട്. ഇത് കണ്ടോ, ഫുൾ വാഴക്കൃഷിയാണ് കേട്ടോ. അവിടെ മൊത്തം വാഴത്തോട്ടാണ് കേട്ടോ, ഫുള്ള്. ഇവിടെ നമ്മൾ നേരെ എന്തായാലും മുന്തിരിത്തോട്ടത്തിന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. കാണാൻ പറ്റുമോ ഇല്ല എന്നുള്ള അവിടെ ചെല്ലും പറയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നമുക്ക് നേരെ മുന്തിരിത്തോട്ടത്തിലോട്ട് പോകാം. കുമിളി ഇവിടുന്ന് 24 കിലോമീറ്ററാണ്. ഇവിടെ എന്തൊക്കെയോ കൃഷികൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, മാമ്പഴമുണ്ട്, പേരയുടെയാണ് തോന്നുന്നു. അങ്ങനെ കുറേ കൃഷികൾ ഇവിടെ ഉണ്ട്. ഇനി ഇവിടുന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ മുന്തിരി പാടമൊക്കെ വരുന്നത്. ഇപ്പം നമ്മൾ കമ്പത്ത് മുന്തിരിത്തോട്ടത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കമ്പത്തെ മുന്തിരിത്തോട്ടത്തിൽ വന്നിരിക്കുകയാണ്. നിറച്ച് മുന്തിരിത്തോട്ടമാണ് ഫുള്ള് രണ്ട് സൈഡിലും. അപ്പം നമുക്ക് മുന്തിരിത്തോട്ടത്തിൻ്റെ അകത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. അല്ലേ, ഇവിടെ മൊത്തം കേട്ടോ മുന്തിരിത്തോട്ടാണ് കേട്ടോ. പച്ചയാ കണ്ടോ, മുന്തിരി പറിക്കരുത്. അപ്പം മുന്തിരി പറിക്കരുത്, നമുക്ക് പറിക്കണ്ട, നമുക്ക് കണ്ടാൽ മതി. ഈ ഒരു ഏരിയ മൊത്തം പച്ച മുന്തിരി കേട്ടോ. പച്ച മുന്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴുത്ത് വരാത്ത പിഞ്ച് മുന്തിരിയില്ലേ, പിഞ്ച് മുന്തിരിയാണ്. Yes, don't put the... നല്ല ക്ലീനാണ് കേട്ടോ ഇതിനകമെല്ലാം. ഇത് പൊളിച്ച് കണ്ട, പൊളിച്ച് ഇവിടെ നിറച്ച് ഇതേപോലെ പഴുത്തിങ്ങനെ നിൽക്കുന്ന കുറേ മുന്തിരി കൊലകൾ നമുക്ക് കാണാൻ പറ്റും. അടിപൊളി. അതിനാണ് ആദ്യമായിട്ടാണ് കേട്ടോ മുന്തിരി തോട്ടത്തിന് ഇത്ര അടുത്തായിട്ട് പഴുത്ത് കിടക്കുന്ന മുന്തിരിക്കൊല ഫ്രഷായിട്ടുള്ളത് കാണുന്നത് തന്നെ. അടിപൊളി. ഈ ഒരു ഏരിയ ഫുള്ള് ഏക്കർ കണക്കിന് മുന്തിരി തോട്ടാണ്. പക്ഷെ നമുക്ക് കുറച്ച് ഏരിയ മാത്രമേ നമുക്ക് ഇല്ലാൻ വഴി നടക്കാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ടോ, അങ്ങോട്ടേക്ക് എല്ലാം മുന്തിരി തോട്ടങ്ങളാണ്. അതിനകത്ത് കുറേയൊക്കെ താഴെ കിടപ്പുണ്ട്. എല്ലാം ഇങ്ങനെ തന്നെയാണോ? വേസ്റ്റ് മൊത്തം ഇവിടെ? ചേട്ടനാണോ ഇതിൻ്റെ ഇത് നോക്കുന്നതൊക്കെ? ചേട്ടനൊക്കെയാണോ മാനേജറാ? ഏത് മാസം ഇതിൻ്റെ മുന്തിരിയുടെ? എല്ലാ മാസം ഉണ്ടോ? സീസൺ കുറവ്. അടുത്ത മാസം തൊട്ടാണോ? പിഞ്ചായിട്ട് അല്ലേ? ഇത് ആദ്യമേ ഇട്ടതാണോ? ഇത് ആദ്യമേ ഉണ്ടായതല്ലേ? ഇതെല്ലാം ഫ്രഷ് ആയിട്ടുള്ളതെല്ലാം പറിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ അതിനകത്ത് വേസ്റ്റ് ഉണ്ട്. ഈ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ കാണുന്നതെല്ലാം. ഈ ഒരു ഏരിയയിൽ എല്ലായിടും കേട്ടോ മുന്തിരി തോട്ടങ്ങളുണ്ട്. അപ്പം കമ്പത്ത് വന്നു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് നമുക്ക് നല്ല റേറ്റ് കുറച്ച് നമുക്ക് മുന്തിരി മേടിക്കാൻ സാധിക്കും. അടിപൊളി കിട്ടു. ഇവിടെ എല്ലാം വന്ന് എല്ലാവരും ഇത് കണ്ടോ. പൊളിച്ചില്ലേ? മുന്തിരി തോട്ടത്തിനുള്ളിൽ നടുക്കാണ് ഇപ്പൊ നിൽക്കുന്നത്. പൊളിച്ച്. അപ്പൊ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം കേട്ടോ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്തിരി മേടിക്കാം. അതുപോലെ തന്നെ മുന്തിരിയുടെ വൈനും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ഇവിടെ വന്ന് നമ്മൾ മേടിക്കുക.
നമ്മൾ ഫോട്ടോ എടുക്കാനാണെങ്കിൽ പോലും ഇതിനകത്ത് നമ്മൾ ചുമ്മാ വായും കൊണ്ട് വെക്കരുത് കേട്ടോ. വെളിയിൽ വെച്ച് കാണിക്കാം, പക്ഷേ നമ്മൾ വെച്ച ഈ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഈ ഒരു മുന്തിരിയിലുണ്ടല്ലോ, നമ്മൾ വെച്ച് ഒരിക്കലും മുട്ടിക്കാതെ വേണം ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി. കാരണം ഇതിൽ നിറച്ചും മരുന്നടിച്ചിട്ടുണ്ട്. അതിപ്പം ഇവിടുത്തെ നമ്മുടെ ചേട്ടൻ തന്നെയാണ് പറഞ്ഞ് വെക്കരുതെന്ന് പറയുന്നത്. അപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തെ അവർക്ക് കുഴപ്പമില്ല, നമുക്ക് തന്നെയാണ് കുഴപ്പം. കാരണം ഇതിനകത്ത് അടിച്ചിരിക്കുന്ന മരുന്ന് നമ്മുടെ വായിൽ പോവും. അപ്പം അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. ഒരിക്കലും ഫോട്ടോ എടുക്കാനാണെങ്കിൽ പോലും വായിക്കാത്ത വെച്ചിട്ട് ഫോട്ടോ എടുക്കരുത്. അപ്പോൾ നമുക്ക് മുന്തിരി മേടിക്കണം, അതുപോലെ തന്നെ വൈനും മേടിക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാം കേട്ടോ. ഗംഭീരമാണ് എന്തായാലും, പൊളിച്ച്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. இன்னும் நிறைய ஐட்டம் கடையில் உண்டு. வெளியில அது நம்ம கடை தான், வைன் ஃபேக்டரி. அப்போ ஃப்ரீ ஆகிட்டு வரும்போது സാറാണ് മാനേജറാ? நான் எல்லா வேலை பார்க்கணும், നോക്കിയെന്നാ ഫുള്ള് ഓൾ ഇൻ ഓൾ எல்லா வேலை எந்த பணியும் பார்க்கணும். இந்த பேர் என்ன? பார்த்திபன். பார்த்திபன். இங்க தானே ஊரு? சுமார் 37 ஏக்கர். 37 അപ്രോക്സിമേറ്റ്. ഓ, മൊത്തം ഗ്രേപ്സ് തോട്ടമാ? ഇവിടെ വന്നു കഴിഞ്ഞാൽ മുന്തിരി കിലോയ്ക്ക് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് സ്ക്വാഷ് കിട്ടും, അതേപോലെ തന്നെ വൈൻ കിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മതി, മേടിക്കാം. ഇപ്പം വെളിയിലാണ് ഇവരുടെ ഷോപ്പ്. അപ്പോൾ അവിടെ പോയിട്ട് വേണം നമുക്ക് മുന്തിരിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പം തോട്ടത്തിൽ നിന്ന് ഇറങ്ങി. ഏകദേശം 36 ഏക്കറാണ് ഈ ഒരു തോട്ടം മാത്രം. ഇതേപോലെ കുറേ ആൾക്കാരുടെ തോട്ടങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ണത്താ ദൂരത്തോളം മുന്തിരി തോട്ടങ്ങളാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്നത്. നമ്മൾ ഇവരുടെ ഷോപ്പിലേക്ക് എത്തി. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് വിത്ത് ഹണി, ഈ വൈനുണ്ട്. വൈന് നമ്മുടെ ഇവരുടെ ആയിട്ടുള്ള വൈനുണ്ട്, അതേപോലെ തന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ആണെന്നാണ് പറഞ്ഞത്. ഇവരുടെ ഫാക്ടറി ഉണ്ടാക്കുന്നതുകൊണ്ട് അത് ഇതാണ്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ളത് ഇതാണ്. അപ്പം നമ്മൾ ഇത്രയും സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ കമ്പത്തെ മുന്തിരി തോട്ടത്തിൽ കൂടെയുള്ള ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ മുന്തിരി തോട്ടത്തിൽ കൂടെയുള്ള ഈ ഒരു ദിനം അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് സമയമായി. അപ്പോൾ നമ്മളിന്നിപ്പം ഇവിടുന്ന് സൈൻ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ടാറ്റ, ബൈ.